ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഒരു നെക്സ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇത് ഒരു 7 മണി, ഞാനൊരു 6 മണിയായപ്പം തന്നെ എഴുന്നേറ്റിട്ട് എനിക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ പോയിട്ട് വരികയാണ്. അപ്പം പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പെട്ടെന്ന് എനിക്ക് അവിടെ പോകണമായിരുന്നു. അതുകൊണ്ട് ബെഡ് ക്ലീൻ ചെയ്യാനും അതിനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് വന്നിട്ടാണ് ഞാൻ ബെഡ് ക്ലീൻ ചെയ്യുകയും എല്ലാം ഒന്ന് സെറ്റാക്കി വയ്ക്കുകയും ഒക്കെ ചെയ്തത്. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു സാറ്റർഡേ ആണ്. എനിക്ക് വർക്കില്ലാത്തൊരു ദിവസമാണ്. വർക്കില്ലാത്ത ദിവസമാണെങ്കിലും എനിക്ക് ഈ ഒരു ആവശ്യം ഉണ്ടായതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത്രയും രാവിലെയൊന്നും ഞാൻ എഴുന്നേൽക്കില്ല. വർക്കില്ലെങ്കിൽ ഇത്രയും രാവിലെ ഞാൻ എഴുന്നേൽക്കില്ല. സോ ആദ്യമേ എഴുന്നേറ്റ് ബെഡും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു. ഞാൻ ഈ ജനൽ തുറന്നിട്ടാണ് കിടക്കുന്നത്. അപ്പം എനിക്ക് ഇവിടെ ഇട്ടേക്കുന്ന ഫാൻ അവിടെ കിട്ടില്ല. അതുകൊണ്ട് ഒരു ടേബിൾ ഫാനൊക്കെ വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ആ 5 AM ക്ലബ്ബ് എന്ന് പറഞ്ഞ ബുക്ക് ഞാൻ ഇപ്പം കറൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ്. അതെപ്പോഴും ബെഡിൽ കാണാം. അതായത് ഞാൻ കിടക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ആ ബുക്ക് എടുത്ത് വായിച്ചിട്ടായിരിക്കും ഞാൻ കിടക്കുന്നത്. അതുകൊണ്ട് അതെപ്പോഴും ബെഡിൽ കാണും. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പിന്നെ ഞാൻ 2 ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം ഞാൻ കുടിക്കും കേട്ടോ. ഇത് നമ്മളെ മറ്റേ ജീരകമെല്ലാം കരിങ്ങാലി ഇട്ട വെള്ളമാണ് കേട്ടോ. അതാണ് ആ ഒരു കളറ് ഒരു പിങ്കിഷ് കളറ് വന്നേക്കുന്നത്. സോ രാവിലെ തന്നെ അത് 2 ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് തലേന്ന് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. സോ ഞാൻ മുറ്റത്തോട്ടൊക്കെ നോക്കുകയാണ്. രാവിലെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ കുറച്ച് നേരത്തേക്ക് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയും നല്ല മഴ തുടങ്ങി കേട്ടോ. അപ്പോൾ രാവിലെ ഇതിപ്പോൾ ഒരു 7 മണിയായി. 7 മണിയായാലും വെളിച്ചമില്ല. ജസ്റ്റ് എന്താ പറയുക, അത്ര വെട്ടമില്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ജസ്റ്റ് കറങ്ങിയിട്ടൊക്കെ വന്നിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ചെടികളെയൊക്കെ ഒന്ന് പരിപാലിക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാനിത് ഒരു 1 വീക്ക് കൊണ്ട് വർക്ക് ഫ്രം ഹോം ആണെങ്കിലും ഇത് ചെയ്യാത്തതിന് കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഫുള്ള് ലോക്കിടാം എന്നുള്ളൊരു ഒരു പ്ലാനിങ്ങിലിരിക്കുകയാണ്. അപ്പം കുറേ നാളായി സിമെൻ്റ് ഇട്ടയാണ്. നമ്മളിവിടെ കുറേ വലിയ വലിയ വണ്ടികൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സിമെൻറ്റ് ബ്ലോക്കൊക്കെ ഇങ്ങനെ പൊട്ടും. അതുപോലെ ഈ ലോക്ക് ഇട്ടാലും അതും ചിലപ്പം ബ്രേക്ക് ആവുമോ അതുകൊണ്ടാണ് ഞങ്ങൾ എന്താ പറയുക, കുറേ നാളായിട്ട് ഇത് വേണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇടാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ടെത്തി, എന്നാൽ എത്തിയില്ല എന്നും പറയും. കാരണം ഈ വണ്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാടടുത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ ആ ലോക്ക് പൊട്ടുന്നുണ്ട്. അതായത് വെയിറ്റ് കൊണ്ടായിട്ട് വണ്ടികൾ കയറുകയാണെങ്കിൽ ലോക്ക് പൊട്ടുന്നുണ്ട്. അപ്പോൾ ബാംഗ്ലൂർ സ്റ്റോൺ വേണോ, സിമെൻറ്റ് സ്റ്റോൺ വേണോ, അല്ലെങ്കിൽ നമ്മൾ നോർമൽ ലോക്ക് വേണോ, എന്താണെന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഇതാണ്ട് ഈ പൊട്ടിയിരിക്കുന്ന ഫുള്ള് ഇങ്ങനെയുള്ള വണ്ടികൾ വന്ന് കയറിയിട്ട് പൊട്ടിയേക്കുന്ന കേട്ടോ. അപ്പം അങ്ങനെയുള്ള കൺഫ്യൂഷനാണ്. ബട്ട് സ്റ്റിൽ എന്തായാലും ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇത് ഫുള്ള് ക്ലീൻ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചായിരുന്നു തലേന്ന് തന്നെ. അതുകൊണ്ട് ഈ ചെടിയുടെ നമ്മൾ മറ്റേ സ്റ്റാൻഡ് വെച്ചതിന് ശേഷം ഉണ്ടല്ലോ, ക്ലീനിങ് എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി. ശരിക്കും നല്ല എളുപ്പമായിരുന്നു. കാരണം അതിനിടയ്ക്കൂടെ ഇതിങ്ങനെ ഈ പോച്ചയൊക്കെ പിച്ചി കളയാനൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ചെടി എടുത്ത് മാറ്റണം. ആ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നല്ല പോച്ചയുണ്ടാവും. സോ അതുകൊണ്ടത് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമായി. അതിന് ശേഷം ഇവിടെ നമ്മൾ വേറൊരു സ്ഥലം പോലെ ഇട്ടിട്ടുണ്ട്. അവിടെ ലോക്കിടാത്ത സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ പുല്ലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പറിക്കുകയായിരുന്നു. അവിടെ കുറേ ചെടികളും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ പറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നല്ല ചെടികളെയൊക്കെ ഞാൻ പിഴുതെടുക്കാറുണ്ട്. സോ അവിടെ ഇരുന്നിട്ട് കുറച്ച് പുല്ലും ഒക്കെ ഇങ്ങനെ കളയായിരുന്നു. പിന്നെ ഓണമൊക്കെ വരാറായല്ലോ. എന്തായാലും ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. കാരണം ഞാൻ ഈ എടുത്ത് കളയുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഞാൻ നശിപ്പിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ അലോവേറ, ഞാനിവിടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അലോവേരയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് അലോവേര. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ വെക്കാറ് അലോവേരയാണ്. അങ്ങനെ ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രാവിലത്തെ ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും പിന്നെ നമ്മൾ സ്ഥിരം കഞ്ഞിവെള്ളം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ കഞ്ഞിവെള്ളം എടുത്ത് എല്ലാത്തിനും ഒഴിക്കുകയാണ്. ഇതാണ് ഇങ്ങനെ ആലോചിച്ചത്, ഇത് ഒഴിക്കണോ ഒഴിക്കണ്ടേ എന്നാണ്.
ചിലപ്പോൾ ഇനി ഇത് മൊത്തം ക്ലീൻ ചെയ്യണമെങ്കിൽ ഇത് മൊത്തം എടുത്ത് മാറ്റണം, നമ്മൾ ഈ ഒഴിക്കുന്നതൊക്കെ വെറുതെ. പിന്നെ ഞാൻ പറമ്പിൽ ഏറ്റവും പിന്നെ അലോവേറ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വെച്ച് പിടിപ്പിക്കാൻ ഇഷ്ടമുള്ള സാധനം കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പിൻ്റെ മരമാണ് അത്. എനിക്കറിയില്ല അത് എത്ര വെച്ച് പിടിപ്പിച്ചാലും അതങ്ങോട്ട് മുകളിലോട്ട് വരാൻ അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരുപാടെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ആഴ്ചയും അതിൻ്റെ ചുറ്റിനുമൊക്കെ ഇങ്ങനെ എന്താ ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അത് മുകളിലോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുകളിലോട്ട് വന്നിട്ടുള്ളതിനകത്ത് എന്താ കുറേ ഈ കീടാനും ഒക്കെ വന്നിട്ട് അത് നശിച്ചു പോകാറുണ്ട്. അങ്ങനെ കറിവേപ്പ് വളരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങളിവിടെ ഏകദേശം ഒരു 14 വർഷം കൊണ്ട് ഒരു കറിവേപ്പ് വെച്ചിട്ട് അത് ഇത്രയും നാളായിട്ട് മുകളിലോട്ട് വന്നിട്ടില്ല. അത് ഇപ്പോഴും കുട്ടിയായിട്ട് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നമ്മൾ ഈ കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് ഒരു പാത്രമുണ്ട്, അതെല്ലാം കഴുകി വെച്ചിട്ട് അവിടെ മുറ്റമൊക്കെ രാവിലെ തന്നെ തൂത്തിട്ട് പിന്നെ ഞാൻ അകത്തോട്ട് വന്നിട്ട് അവിടെയും സിറ്റ് ഔട്ടും എല്ലാം ഇങ്ങനെ സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ. എല്ലാവരും എല്ലാ വീട്ടിലും ചെയ്യുന്ന പോലെ തന്നെ സിറ്റ് ഔട്ടും കാര്യങ്ങളും എല്ലാം തൂത്തു വൃത്തിയാക്കി. പിന്നെ ഇപ്പോൾ നല്ല മഴക്കാലം ആയതുകൊണ്ട് വീടിന് പുറകെ ഇതുപോലുള്ള ലോക്കാണ് കേട്ടോ. അന്ന് ഞങ്ങൾ ഫുൾ ലോക്ക് ഇടണമെന്ന് വിചാരിച്ചാണ് ഈ ലോക്ക് തന്നെ. പക്ഷെ അന്ന് ഈ കുറേ പേര് പറഞ്ഞു ഈ ലോക്ക് ഇട്ടാൽ അത് പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളന്ന് ഇടാഞ്ഞാണ്, ബാക്ക് സൈഡിൽ മാത്രം ഇട്ടതാണ്. സോ അവിടെ ഫുള്ള് അഴുക്കായിരുന്നു. അങ്ങനെ അത് ഞങ്ങൾ ആ മെഷീൻ കൊണ്ടുവന്നിട്ട് അത് മൊത്തം വൃത്തിയാക്കി. കുറേ നല്ല മഴയായിരുന്നു ഇവിടെ. അതിൻ്റെ കൂടെ ഞാൻ ക്ലീനിങ്ങിന് കൂടെ പോയി, ചെളിയും എല്ലാം ആയി. ഇതെൻ്റെ കോലമാണ് കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു രാവിലെ, മഴയില്ലായിരുന്നു, പിന്നെ ഭയങ്കര മഴയായിരുന്നു. അതുകൂടെ ക്ലീനിങ് കഴിഞ്ഞൊക്കെ ചെയ്ത് ഒരു പരിവ് അഴുക്കുള്ളതെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് റെഡി ആവട്ടെ. എനിക്ക് മീൻ വാങ്ങിക്കാൻ പോകണം. ഞാനൊന്ന് വൃത്തിയായിട്ട് മീൻ വാങ്ങിച്ചിട്ട്. ഓക്കെ, നല്ല മഴയാണ് കേട്ടോ ഇവിടെ. അടിപൊളി മഴയാണ് കേട്ടോ. അപ്പം ഞാൻ പോയി മീൻ വാങ്ങിയിട്ട് തരാം കേട്ടോ. വിവാഹം പോകണം, അതിൻ്റെ തയ്യാറെടുപ്പായിരുന്നു. മഴയുണ്ട്. പോയിട്ട് ഇത് മീൻ വാങ്ങിക്കാൻ പോകുന്നതിന് മുന്നുള്ള തയ്യാറെടുപ്പാണ്. ഞാൻ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് തന്നെയാണ് പോയത്, മഴ പെയ്യുമെന്ന് ഉറപ്പായിരുന്നല്ലോ. കവറൊക്കെ എടുത്ത് മണപ്പിക്കുന്നില്ല കേട്ടോ, കവർ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. കവർ എടുത്തുകൊണ്ട് കോട്ടയൊക്കെ ഇട്ട് പോവുകയാണ്. നമ്മൾ മീൻ വാങ്ങിച്ചു കേട്ടോ. കൊഞ്ചും ഞണ്ടുമാണ് വാങ്ങിയത്. അവിടെ ഭയങ്കര തിരക്കായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ വീഡിയോ കാണിച്ചു തരാമായിരുന്നു. നമ്മൾ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. കൊഞ്ചും ഞണ്ടുമായിരുന്നു. അങ്ങനെ അത് രണ്ടും വാങ്ങി ഇനി ഇത് ക്ലീൻ ആക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോസസ്സിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അത് ഉണ്ടാക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻ പരിപാടിയിലേക്ക് പോവാം. അമ്മ ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആളത് ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ശലപടി എന്നായിക്കോട്ടെ. ഓക്കെ, അങ്ങനെ ഞാൻ അവിടെ അമ്മയെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചതിന് ശേഷം മഴയാണെങ്കിലും ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് അതിൻ്റെ മീൻ ഉണ്ടാക്കാനുള്ളതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവുകയാണ്, മറ്റേ ഡ്രസ്സൊക്കെ മാറിയിട്ട്. സോ ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ആദ്യം എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും കുരുമുളക് പൊടിയും അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സിക്കകത്ത് ജസ്റ്റ് ഒന്ന് കുരുമുളക് പൊടി ഇത്രയൊന്നും ഇടണ്ട കേട്ടോ. എനിക്ക് ഭയങ്കര എരിവ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത്ര ഇടുന്നതാണ്. അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുകയാണ്. 1 കിലോ ഞണ്ട്, ഞാനിപ്പോൾ ഞണ്ട് റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കിലോ ഞണ്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ കൊഞ്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊഞ്ച് പിന്നെ ഒരു ദിവസം റോസ്റ്റ് ആക്കിയതാണ്. ഇന്ന് ഞാൻ ഞണ്ട് മാത്രമേ എടുത്തുള്ളൂ. 1 കിലോ ഞണ്ടിന്
300 ഞാൻ 200 വാങ്ങിച്ചത്. അപ്പോൾ 1 കിലോ ഞണ്ടൊന്നും ഇല്ല. ഓക്കെ, അപ്പം അതിനുള്ള കറക്റ്റ് കണക്കാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിത് ഉണ്ടാക്കി വന്നപ്പം കറക്റ്റ് പോലെ തോന്നി. അപ്പോൾ ആദ്യമേ ഒരു പാനിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ ഉണ്ടാക്കി വെച്ച പേസ്റ്റ് അതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം പിന്നെ കറിവേപ്പില ഇടുക, പിന്നെ ഉള്ളി പച്ചമുളക് അത് രണ്ടും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇടുക. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഉപ്പിട്ടിട്ട് ഉള്ളി വഴറ്റുമ്പോൾ പെട്ടെന്ന് അത് വഴന്ന് കിട്ടും. അങ്ങനെ അത് ഇടുക. പിന്നെ ഈ ഒരു ഉണ്ടമുളക് അതെനിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ സ്മെല്ല്. അത് ഇടുക. പിന്നെ ആവശ്യമുള്ള പൊടികൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി പിന്നെ ഇട്ടില്ല, മുളക് പൊടി, പിന്നെ തക്കാളി അതിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണവും തക്കാളിയൊക്കെ നന്നായിട്ട് അതിന് ശേഷം ഞണ്ടിട്ട് വരട്ടിയെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിനകത്ത് ഇനി കൂടുതലൊന്നും എനിക്ക് പറയില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ കുളിക്കാനുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച്, അതായത് ഇതെല്ലാം ഞാൻ അരിഞ്ഞുകൊണ്ട് കൈയൊക്കെ നന്നായിട്ട് നീറുന്നുണ്ടായിരുന്നു. അപ്പം കയ്യിൽ നന്നായിട്ട് ഞാൻ ഗ്ലൗസ് ഒന്നും ഇടാണ്ട് കേട്ടോ ചെയ്തത്. അതുകൊണ്ട് കൈ നന്നായിട്ട്, എൻ്റെ കൈ ഭയങ്കര സെൻസിറ്റീവാണ്. സോ കൈ നന്നായിട്ട് നീറുന്നുണ്ടായിരുന്നു. സോ കയ്യിലും കാലിലും ഒക്കെ നല്ല വെളിച്ചെണ്ണയൊക്കെ തേച്ചതിന് ശേഷം ഒരു കുളിയൊക്കെ പാസ്സാക്കി വന്ന് ഒരു ഉച്ചയായി കേട്ടോ. ഉച്ചയായപ്പോഴത്തേക്കും എൻ്റെ കുളിയൊക്കെ പാസ്സായി വന്നിട്ട് പിന്നെ കഴിക്കാനുള്ള പ്രിപ്പറേഷനാണ്. കഴിഞ്ഞു. നല്ല വിശപ്പുണ്ട് കേട്ടോ. ഞാൻ ഇപ്പം കഴിക്കട്ടെ. ഓക്കെ, കഴിച്ചിട്ട് വരാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ടി വിയൊക്കെ കണ്ട്, ഞാനും അമ്മയും അമ്മൂമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ടി വിയൊക്കെ കണ്ടിട്ട് പിന്നെ ഞാൻ റൂമിലോട്ട് വന്ന് കുറച്ച് നേരം ഇൻസ്റ്റഗ്രാമൊക്കെ തോണ്ടിയിട്ട് പിന്നെ എനിക്ക് നല്ല ഉറക്കം. ഞാൻ കുറേ നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. 2 മണിക്കൂറോളം അന്ന് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് ഒരു 5 മണിയായപ്പോൾ എഴുന്നേറ്റിട്ട് ഞാൻ ഇവിടെ ആണെങ്കിൽ ജിമ്മിൽ പോകും. ഇവിടെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ജിമ്മുണ്ട്, അവിടെ പോകും. ഇവിടെ ഞാൻ 1 വീക്ക് വർക്ക് ഫ്രം ഹോം എടുക്കുമ്പോൾ ഞാൻ അവിടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇൻഫോസിസിൻ്റെ ജിമ്മിൽ തന്നെ പോകും. പിന്നെ അവിടുന്ന് വന്നിട്ട് ഞാനൊരു വെള്ളം ചൂടാക്കിയാണ് കേട്ടോ, ജിഞ്ചർ ഇട്ടിട്ട് വെള്ളം ചൂടാക്കി കുടിക്കും. അപ്പോൾ എനിക്കെന്തോ ക്ഷീണമൊക്കെ പെട്ടെന്ന് പോകുന്ന പോലെ തോന്നും. രാവിലെ അത്രയും പണിയെടുത്ത് പിന്നെ ജിമ്മിലും കൂടെയും പണിയെടുക്കുമ്പോൾ എന്തായാലും നല്ല ക്ഷീണം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ വെള്ളത്തിനകത്ത് ജസ്റ്റ് ഇഞ്ചി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് അത് ആ വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇതിന് ഇലയപ്പം എന്നാണ് പറയുന്നത്. ഞാൻ ഇലയപ്പം ഉണ്ടായിരുന്നു, 2 ഇലയപ്പം കഴിച്ചു. പഞ്ചസാരയല്ല കേട്ടോ, ശർക്കര ഇട്ടിട്ടുള്ളൊരു ഇലയപ്പമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഒരു മാസ്ക് പോലെ ഫേസിൽ അപ്ലൈ ചെയ്തു. രാവിലെ കുറച്ച് നേരം പുറത്ത് നിന്നുകൊണ്ടായിരുന്നത്, ഭയങ്കര ടാൻ പോലെ എനിക്ക് തോന്നി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ബുക്ക്, വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ബുക്ക് എടുത്ത് വെച്ച് വായിച്ചു. ഞാൻ വന്ന ഉടനെ കുളിച്ചില്ല കേട്ടോ. ഈ ഒരു മാസ്ക് ഇട്ടതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കുളി പാസ്സാക്കി. ആ മാസ്ക് കഴുകിക്കളഞ്ഞ സമയത്താണ് കേട്ടോ കുളിച്ചത്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് കുളി കഴിഞ്ഞ് ജസ്റ്റ് ആ ഒരു ഹെയറിൽ ഞാൻ ജസ്റ്റ് ഒരു എണ്ണയൊക്കെ ഇടും, അല്ലെങ്കിൽ എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തുണി കുറേ കഴുകാനുണ്ടായിരുന്നു. തുണിയൊക്കെ കഴുകിയിട്ട് ബാക്കി ഉണ്ടായിരുന്ന തുണികളെല്ലാം മടക്കി വെച്ചു. കഴുകിയിട്ടിരുന്ന തുണികളെല്ലാം മടക്കി വെച്ചു. പിന്നെയും വന്നിട്ട് ഞാൻ ആ ബുക്ക് വായിക്കൽ തന്നെയായിരുന്നു കേട്ടോ പരിപാടി. ഇൻസ്റ്റഗ്രാം തോണ്ടാനും യൂട്യൂബ് തോണ്ടാനും ഒന്നും തോന്നിയില്ല. അപ്പോൾ ആ ബുക്ക് നല്ല 5 AM ക്ലബ്ബ് അത്യാവശ്യം നല്ല ബുക്കാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. കുറച്ച് ലാംഗ്വേജ് അത്യാവശ്യം കട്ടിയാണ്, പക്ഷേ നല്ലതാണ്. പിന്നെ ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്നതാണ് മെഡിറ്റേറ്റ് ചെയ്യും. ഞാനൊരു 10 മിനിറ്റ്സ് അലാം വെച്ചിട്ട് മെഡിറ്റേറ്റ് ചെയ്യും. കറക്റ്റായിട്ടൊന്നും അല്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യും. പിന്നെ ഞാൻ ജസ്റ്റ് ഇപ്പം 5 മിനിറ്റ് ഞാൻ ഹെയർ മസാജ് ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ടേ കെട്ടി വെക്കാറുള്ളൂ. പിന്നെ വെള്ളമൊക്കെ കുടിച്ച് കിടന്നുറങ്ങും. വേണ്ട ഈ ലൈറ്റ് ഓൺ ചെയ്തിട്ട് ഞാൻ ഈ ബുക്ക് വായിച്ചുകൊണ്ട് കേട്ടോ ഉറങ്ങുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഡേ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.